Hello guys, welcome to my Christmas week's vlog. ഇത് 24th നൈറ്റാണ്. ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങി. അതേപോലെ നല്ല വെതറും കൂടെ ആയിരുന്നു. ലൈറ്റ്സൊക്കെ അവനൊന്ന് കാണിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് പുറത്തിറങ്ങി. അവൻ കുറച്ചൊന്ന് ഓണായായിരുന്നു. പിന്നെ ആൾ കുറച്ച് ഹാപ്പി ആയിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നൈറ്റ് വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ പള്ളിയിൽ പോയി. ഇത് ലിയാമൻ്റെ സെക്കൻഡ് ക്രിസ്മസ് ആണ്. ഫസ്റ്റ് ക്രിസ്മസ് അവൻ ജനിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം സെക്കൻഡ് ക്രിസ്മസ് ഞങ്ങൾക്കൊന്ന് നല്ലപോലെ അവനെ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയിൽ എലീസിയം എന്ന് പറഞ്ഞൊരു തീമിലായിരുന്നു അവർ പുൽക്കൂട് മേക്ക് ചെയ്തിരുന്നത്. എലീസിയം എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ്. ഹെവൻ എന്നാണ് അതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അതേപോലെ പുൽക്കൂട് നല്ല ഡിഫറെൻറ്റ് സ്റ്റേജസ് ആയിട്ടായിരുന്നു അവർ മേക്ക് ചെയ്തിരുന്നത്. അതിനകത്ത് അവർ ഓൾമോസ്റ്റ് എല്ലാം ഉൾപ്പെടുത്താൻ നോക്കി. മാതാവും ഔസേപിതാവും ബെത്ലഹേമിലോട്ട് പോകുന്നതും, അതേപോലെ വഴിതെറ്റി രാജാക്കന്മാർ കൊട്ടാരത്തിൽ ചെല്ലുന്നതും, ആ കൊട്ടാരത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ടും ആ ഒരു മേക്കിംഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു പുറമേ നോക്കുമ്പോൾ തന്നെ ഒരു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പുൽക്കൂട് അവരൊരു സ്നോയുടെ ഒരു തീമിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ പുൽക്കൂടും ബാക്കി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എലീസിയം? പ്ലം കേക്ക് ഇല്ലാത്ത എന്ത് ക്രിസ്മസ് അല്ലേ. അങ്ങനെ രാത്രി എന്ന് പറയാൻ പറ്റില്ല, ഏർലി മോർണിംഗ് 3 o'clock ഒക്കെ ആയി ഞങ്ങൾ വന്ന് കേക്ക് കട്ട് ചെയ്തു. 25th ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ അകത്ത് പോയി. ഹസ്ബൻഡ് അവിടെ പഠിച്ചത്. അപ്പം പുള്ളിക്ക് അറിയാമായിരുന്നു പബ്ലിക്കിന് അലൗഡ് ആണെന്ന്. ഞങ്ങൾ അതിനകത്ത് പോയി. ഡെക്കറേഷൻസും ലൈറ്റ്സും അതേപോലെ പുൽക്കൂടുകളും, എല്ലാ ബ്ലോക്കിലും പുൽക്കൂടുകളും അതേപോലെ ലൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഫുൾ ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ്സ് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കറങ്ങി നടന്നെല്ലാം കണ്ടു. എന്തായാലും നിങ്ങളും ഒന്ന് പോയി കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരും. ഡേ 3 26th ഡിസംബർ. ഇന്ന് ഈവനിങ് ഞങ്ങൾ വന്നിരിക്കുന്നത് കോറമംഗലയിലാണ്, നെക്സസ് കോറമംഗലയിൽ. ഞങ്ങൾ വെഡ്ഡിങ് ഷോപ്പിങ്ങിന് വന്നേക്കാണ്. കല്യാണം ആരുടെയാണെന്നും എങ്ങനെയൊക്കെയാണെന്നും ഞാൻ എൻ്റെ വഴിയെ വീഡിയോസിൽ കാണിക്കുന്നതാണ്. പൊതുവേ ലേഡീസിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ പറയും ഷോപ്പിംഗ്. ഞാനും സെയിം തന്നെ. ഷോപ്പിങ്ങിന് കയറിക്കഴിഞ്ഞാൽ സമയം എത്ര പോകുന്നെന്നോ എങ്ങനെയാണെന്നൊരു നോട്ടം ഉണ്ടാവും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാച്ചിൽ നോക്കുന്നുണ്ടായിരുന്നു എത്ര സമയം എടുക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ കേട്ടോ. അങ്ങനെ കുറച്ച് ടൈം എടുത്തെങ്കിലും ഞങ്ങൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെയിം ഷോപ്പിൽ നിന്നല്ല ഞങ്ങൾ ഫൈനലൈസ് ചെയ്തത്, ഡിഫറെൻറ്റ് ബ്രാൻഡിൽ നിന്നായിരുന്നു ഫൈനലൈസ് ചെയ്തത്.
പാപ്പ വിളിച്ചേ. December സെയിം പ്ലേസിൽ അപ്പോഴാണ് ആലോചിച്ച് നിങ്ങളെ സാൻഡേനെ കാണിച്ചിരുന്നത്. ഇതൊരു ഡിഫറെൻറ്റ് സാൻഡയല്ലേ, ബ്ലൂ സാൻഡ. പകൽ ഈ സാൻഡേനെ കാണാനായിട്ട് വലിയ ഭംഗിയില്ലെങ്കിലും രാത്രി ലൈറ്റ്സൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതേപോലെ നല്ല തിരക്കുമായിരുന്നു, വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂ ഇയർ ആശംസിക്കുന്നു. അതേപോലെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ. ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ.